ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഒരു മനുഷ്യൻ എന്നാൽ ഈ കോലം മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. 4 കാലും ഒരു വാലും ഉള്ളവരെ നാം മൃഗങ്ങളെന്ന് പറയുന്നു. മനുഷ്യൻ എന്നാൽ മനനം ചെയ്യാൻ കഴിവുള്ളവൻ, എന്തും വേർതിരിച്ചറിഞ്ഞ് വേണ്ടതിനെ സ്വീകരിച്ച് വേണ്ടാത്തതിനെ തള്ളിക്കളയാൻ കഴിയുന്ന, വിവേകമുള്ള, വിചാരം ചെയ്യാൻ കഴിയുന്ന ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് മനുഷ്യനാണ്. കാരണം മനുഷ്യന് മാത്രമേ തൻ്റെ ജന്മരഹസ്യം മനസ്സിലാക്കാനും തൻ്റെ തെറ്റുകളെ തിരുത്തി ഉത്കൃഷ്ടമായ അവസ്ഥയിലേക്ക് ഉയരാനും സാധിക്കുകയുള്ളൂ. അങ്ങനെ അപൂർവമായ ഒരു ജന്മമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ മനുഷ്യജന്മത്തെ നാം വേണ്ടതുപോലെയാണ് വിനിയോഗിക്കേണ്ടത്. അങ്ങനെ വിനിയോഗിച്ചില്ലെങ്കിൽ മാനവധർമ്മം, മനുഷ്യൻ്റേതായ ഒരു ധർമ്മമുണ്ട്. പരോപകാരാർത്ഥമിതം ശരീരം, മറ്റുള്ളവർക്ക് ഉപകാരം വരുന്ന വിധത്തിലുള്ള ജീവിതമാവണം. അതുപോലെ താൻ തൻ്റെ ജീവിത ലക്ഷ്യം പൂർണ്ണമായി നിർവഹിക്കുകയും വേണം. അങ്ങനെയുള്ളവരെയാണ് മാനവൻ എന്ന് പറയുന്നത്. ആ മാനവനായി നാം ജീവിക്കണം. അജ്ഞാനത്തെ അല്ലെങ്കിൽ അവിവേകത്തെ ഇല്ലാതെയാക്കി വിവേകത്തോടുകൂടി ജീവിക്കുന്ന നന്മ നിറഞ്ഞ ഒരു വ്യക്തിയുടെ ഉടമയായി തീരുമ്പോൾ നാം മനുഷ്യൻ എന്ന പദത്തിന് അർഹരാകും. മാനവധർമ്മമോരായിൽ മാനം ഹീനം മൃഗത്തിനും കാടാണ് പിന്നെ നാം കാൺമതെല്ലാടവും കേറിക്കയർക്കുമാരോടും. മാനവധർമ്മം നമ്മൾ പാലിക്കുന്നില്ലെങ്കിൽ നമ്മൾ മൃഗങ്ങളെക്കാൾ കൂടുതൽ പതിതരാണ്. അതാണ് മാനവധർമ്മമോരായിൽ. മാനവധർമ്മം എന്താണ് എന്ന് നാം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സ് മൃഗങ്ങളെക്കാൾ കഷ്ടമായിരിക്കും. പിന്നെ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ്? കാടാണ് പിന്നെ നാം കാൺമതെല്ലാടവും. മൃഗങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? കാട്ടിലാണ്. പിന്നെ ഞാൻ കാട്ടിൽ വാഴുന്ന മൃഗം മാത്രമാണ്. എല്ലായിടവും കാട് മാത്രമാണ്. കേറിക്കയർക്കുമാരോടും. മൃഗമായി കഴിയുമ്പോൾ ചാടി ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് മൃഗങ്ങളുടെ ഐക്യമില്ലായ്മ കാണുക. താൻ തിന്നുമ്പോൾ മറ്റൊന്ന് വന്നാൽ അത് ഉടനെ ചീറി ചാടി കടിച്ച് അതിനോട് ചേർന്നു. പൂച്ചയ്ക്ക് ഒരു ഇര കിട്ടിയാൽ കണ്ടിട്ടില്ലേ? 2 പൂച്ചക്കുട്ടികൾ, അമ്മ ഒരു ഇര കൊണ്ടുവന്നു. അതിൽ സാമർഥ്യമുള്ള ഒരാൾ അമ്മയുടെ ഇര വാങ്ങിക്കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ 2 പേരും കൂടെ തിന്നുക എന്ന് കരുതുന്നതിന് പകരം തൻ്റെ ഇണ വരുമ്പോൾ അതിനെ ഒരു പ്രത്യേക ശബ്ദം ഉയർത്തി അതിനെ അട്ടിയോടിക്കും. അട്ടിക്കാനയക്കില്ല. അപ്പോൾ മറ്റേത് ദയനീയമായി നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. എന്നാൽ നാം ആകട്ടെ, മനുഷ്യരാവട്ടെ, അമ്മ കൊണ്ടുവന്ന അല്ലെങ്കിൽ അച്ഛൻ കൊണ്ടുവരുന്നത് എല്ലാവരും തുല്യമായി പങ്കിട്ട് കഴിക്കുന്നു. അത് മാനവധർമ്മമാണ്. എന്നാൽ ഒരു തീറ്റ കിട്ടിക്കഴിയുമ്പോൾ അതുവരെ കളിച്ച് നടന്നിരുന്നവർ തീറ്റ കിട്ടിയാൽ പിന്നെ തൻ്റെ ഇണയെപ്പോലും കാണാൻ ഇഷ്ടപ്പെടാത്ത പ്രകൃതം. അതാണ് മൃഗങ്ങൾ. ആ മൃഗീയമായ സ്വഭാവം നമ്മളിൽ ഉണ്ടാകരുത് എന്നാണ്. അത് മാനവധർമ്മം നമ്മൾ നിലനിർത്തിയാൽ മാത്രമേ മൃഗീയധർമ്മം നമ്മളിൽ നിന്നും അകന്നു പോവുകയുള്ളൂ. മാനവധർമ്മം നിലനിർത്തിയില്ലെങ്കിൽ മൃഗീയധർമ്മം നമ്മളിൽ അടിച്ച് കയറി വാണ് നമ്മെ അടക്കി ഭരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ മാനവധർമ്മം നിലനിർത്തണം. മനുഷ്യരെ പോലെയായിരിക്കണം ജീവിക്കേണ്ടത്. എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന അന്തസ്സത്തയെ ബോധിക്കാനും നിലനിർത്താനും നമ്മൾ അഭ്യസിച്ചിരിക്കണം. മാനവധർമ്മമോരായിൽ മാനം ഹീനം മൃഗത്തിനേക്കാളും കാടാണ് പിന്നെ നാം കാൺമതെല്ലാടവും കേറിക്കയർക്കുമാരോടും.